23-ാമത്തെ എപ്പിസോഡിക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം RK നാരായണൻ്റെ ദ മഹാഭാരത എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിൽ ഇന്ന് നമ്മൾ 6ാമത്തെ ചാപ്റ്ററായ സിറ്റി ഓഫ് സ്പ്ലെൻഡേഴ്സ് അതിൽ ദുര്യോധനനും ധൃതരാഷ്ട്രനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദുര്യോധനൻ പഞ്ചപാണ്ഡവന്മാരുടെ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥയിൽ രാജസൂയ യാഗം പങ്കെടുക്കാൻ പോയിട്ട് രാജസൂയ യാഗത്തിൽ അവിടെ പോയപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദുര്യോധനൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് വലിയൊരു കൊട്ടാരമാണ് ഇന്ദ്രപ്രസ്ഥത്തിലുള്ളത്. രാജാക്കന്മാർ താമസിക്കുന്നത് മാർബിൾ കൊണ്ടുള്ള കൊട്ടാരമാണ്, ഹോൾ ഓഫ് മാർബിൾസ്. ഈ പറയുന്ന ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദുര്യോധനൻ ധൃതരാഷ്ട്രക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മില്യൺ ആൾക്കാർ ജോലി ചെയ്തിട്ടാണ് ഇത്രയും ഭംഗിയിലുള്ള ഒരു കെട്ടിടം കെട്ടിയത്, ഇത്രയും ഭംഗിയിലുള്ള ഒരു തലസ്ഥാനവും കൊട്ടാരവും ഒക്കെ കെട്ടിപ്പൊക്കിയത്. അപ്പോൾ ദുര്യോധനൻ്റെ ഇന്ദ്രപ്രസ്ഥത്തിനെ കുറിച്ചുള്ള വർണ്ണനയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് യുധിഷ്ഠിരനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യുധിഷ്ഠിരൻ്റെ സങ്കടവും യുധിഷ്ഠിരൻ്റെ വിലാപം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ കുട്ടാ? വിലാപം എന്ന് വെച്ചാൽ ഒരു സങ്കടം, മനസ്സിലുള്ള ഒരു വേദന, മനസ്സിലുള്ളൊരു നേടാൻ കഴിയാത്തൊരു കഷ്ടം. അതായത് തൻ്റെ ബന്ധുക്കളെയും ഇവരെയൊക്കെ നമുക്ക് കൊല്ലേണ്ടി വരുമല്ലോ, നമ്മൾ ആരെയും വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു രാജാവിന് വേണ്ട കഴിവ് എങ്ങനെയൊക്കെയാണ് ഒരു നല്ല രാജ്യം ഭരിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യുധിഷ്ഠിരൻ പറയണേ, ധൃതരാഷ്ട്രർ പറയുന്നതിനെ എനിക്ക് എതിർക്കാൻ കഴിയില്ല. ശത്രുത കാണിക്കുകയാണെങ്കിലും പാണ്ഡവ രാജ്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവ് പറയുന്നു അതിനനുസരിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്നാണ് യുധിഷ്ഠിരൻ പറയുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വിതുരൻ വന്നു എന്നല്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ. വിതുരൻ വന്നപ്പോൾ ധൃതരാഷ്ട്ര യുധിഷ്ഠിരനെ തൻ്റെ ഹസ്തിനപുരത്തിലേക്ക് വിളിക്കുകയാണ്. അവിടുത്തെ കൊട്ടാരവും അവിടുത്തെ ഇതുമൊക്കെ കാണാനും അവിടെ വന്നിട്ട് കുറച്ച് ദിവസം താമസിച്ചിട്ട് പോകാനും അധികം വൈകാതെ തന്നെ യുധിഷ്ഠിരനോട് ധൃതരാഷ്ട്രയുടെ ധൃതരാഷ്ട്ര രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹസ്തിനപുരത്തേക്ക് ക്ഷണിക്കുകയാണ്. വരൂ, പാഞ്ചാലിനെ കൂട്ടിയിട്ട്, പാഞ്ചാലി ഭാര്യയല്ലേ, പാഞ്ചാലിനെയും അമ്മേനെയും അനുജന്മാരെയൊക്കെ കൂട്ടിയിട്ട് യുധിഷ്ഠിരൻ ഒന്ന് ഹസ്തിനപുരത്തേക്ക് വരണം എന്ന് ക്ഷണിക്കാൻ വേണ്ടി ധൃതരാഷ്ട്ര വിതുരനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. വിതുരൻ വന്നിട്ട് ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നിട്ട് പാണ്ഡവന്മാരെ കണ്ടിട്ട് ധൃതരാഷ്ട്രയുടെ ആഗ്രഹം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ധൃതരാഷ്ട്ര മഹാരാജാവല്ലേ, എൻ്റെ വലിയച്ഛനല്ലേ, വലിയച്ഛൻ പറഞ്ഞതിന് എന്നെ എതിർക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹസ്തിനപുരത്തേക്ക് എന്നെ വിളിച്ചാൽ ഞാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ പാണ്ഡവന്മാർ ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ടു. എന്നിട്ട് അങ്ങനെ അവിടെ ഹസ്തിനപുരത്തിലെത്തി ധൃതരാഷ്ട്ര മഹാരാജാവ് അവർ സ്വാഗതം ചെയ്ത് ഹസ്തിനപുരത്തിലെ താമസം, ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളം, കുടിക്കാനുള്ള ബാക്കിയുള്ളതും ഒക്കെ കൊടുത്തിട്ട് അവരെ സ്വീകരിച്ചിട്ട് നല്ല സംഗീതമൊക്കെ വെച്ച് കൊടുത്ത് നല്ല പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇവരെയൊക്കെ നല്ല രീതിയിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് പഞ്ചപാണ്ഡവന്മാരെ സ്വീകരിച്ച് ഹസ്തിനപുരത്തിലേക്ക് താമസിപ്പിച്ചു. കുറച്ച് ദിവസത്തേക്ക് വരാൻ പറഞ്ഞു. കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം ഉണ്ടല്ലോ.
ഇതോടുകൂടി നമ്മുടെ 6ാമത്തെ ചാപ്റ്ററായ സിറ്റി ഓഫ് സ്പ്ലെൻഡർ എന്ന് പറയുന്നതിന് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഏത് സ്ഥലമാണ്? ഏതാണ് യുധിഷ്ഠിരൻ്റെ തലസ്ഥാനം? ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭംഗിയിലുള്ള നഗരം യുധിഷ്ഠിരനും പഞ്ചപാണ്ഡവന്മാരുടെ ആൾക്കാരും കൂടി ചേർന്ന് വളരെ ഭംഗിയിൽ കെട്ടിയിട്ടുണ്ട്. മാർബിൾ കൊണ്ടുള്ള കൊട്ടാരമൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ 7ാമത്തെ ചാപ്റ്ററായ സ്റ്റേക്സ് അൺമാച്ച്ഡ് എന്നുള്ള 7ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ 7ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് മഹാഭാരതത്തിൽ ഈ പറയുന്ന പുസ്തകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണമെന്ന് നോക്കാം കേട്ടോ. ധൃതരാഷ്ട്രയ്ക്ക് വളരെയധികം സന്തോഷമായി. തൻ്റെ മകനും തൻ്റെ മക്കളും പാണ്ഡവന്മാരും എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ബന്ധുക്കളും എല്ലാവരും അവിടെ വന്നിട്ടുണ്ടല്ലോ. നമ്മളെല്ലാ ബന്ധുക്കളെയും എല്ലാവരെയും അടുത്ത് സ്നേഹമുള്ളവരെയൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാവുമല്ലോ. യുധിഷ്ഠിരൻ ഒരു ഭാഗത്ത്, യുധിഷ്ഠിരൻ്റെ 4 അനുജന്മാർ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ദുര്യോധനനും ശകുനിയും മറുഭാഗത്ത്. ദുര്യോധനൻ ശകുനിയും ഈ രാജ്യത്തിലുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കൂടി ഇനിയൊരു ഭാഗത്തും നിൽക്കുന്നുണ്ട്. എന്നിട്ട് സിംഹാസനത്തിൽ ആരായിരിക്കുന്ന? ധൃതരാഷ്ട്രന് രാജാവ്. അതുകൊണ്ടാണ് സിംഹാസനം ഇരിക്കുന്നത്. ധൃതരാഷ്ട്രയുടെ തൊട്ടടുത്തിരിക്കുന്ന ആളാരറിയോ? മഹാഭാരത കഥയിൽ മുഴുവനും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് സഞ്ജയൻ എപ്പോഴും ധൃതരാഷ്ട്രന്റെ അടുത്താണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇരിക്കുന്നത്? ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ല എന്നുള്ളത് കുട്ടിക്ക് അറിയാമല്ലോ. ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ല. അപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് സഞ്ജയൻ എപ്പോഴും ധൃതരാഷ്ട്രയുടെ കൂടെ ഇരിക്കുന്നത്. അങ്ങനെ വലിയ രാജ്യസഭയിൽ, അതായത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ, ദർബാർ എന്ന് പറയുന്നത് പിന്നീട് വന്ന വാക്കാണ്. പഴയതിൽ രാജകൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ധൃതരാഷ്ട്രൻ്റെ തൊട്ടടുത്ത് സഞ്ജയനും, അതിൻ്റെ അടുത്ത് വിതുരനും, പിന്നെ ആരായിരിക്കുന്ന? ഭീഷ്മാചാര്യർ, കർണൻ്റെ കൂടെ, പിന്നെ ധൃതരാഷ്ട്രയുടെ മക്കളായ 10-100 സഹോദരന്മാർ, ദുര്യോധനനും ദുശാസനനും പിന്നെ ബാക്കിയുള്ളവരൊക്കെ. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ പറയണേ, യുധിഷ്ഠിര മറ്റുള്ള ഭാഗത്തുള്ളവരോട് പറയുകയാണ്, നമുക്കൊരു കളി കളിച്ച് നോക്കിയാലോ എന്ന്. കളിക്കാൻ വിളിക്കുകയാണ്. പക്ഷേ നമ്മൾ നേരാവണ്ണം കളിക്കണം, എൻ്റെ കളിയിൽ എന്നെ പറ്റിക്കരുത് എന്ന് പറയും. ഗാംബ്ലിംഗ് എന്നാണ് പറയുക. ചൂതാട്ടം എന്നാണ് മലയാളത്തിൽ ഗാംബ്ലിംഗ് പറയാം. ചൂതാട്ടം ശരിക്കും ദോഷകരമല്ല. ചൂത് കളിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനങ്ങളൊക്കെ നമ്മൾ ചീറ്റ് കളിക്കുന്നതൊക്കെ പോലെ തന്നെയാണ് ചൂതാട്ടം. എന്താ അറിയോ? നമ്മൾ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഈ പറയുന്ന ഡൈസ് വെച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ ആരാ ജയിക്കണം നോക്കിയിട്ട് ആർക്കാ ജയിക്കണം, ആ ജയിക്കുന്ന ആൾക്കാർക്ക് ഓരോ സമ്മാനങ്ങളായിട്ട് പോകും. ഈ തോറ്റ ആൾ ജയിച്ച ആൾക്ക് ഓരോ സമ്മാനം കൊടുക്കണം. മനസ്സിലായോ? കണ്ടാ, ശകുനിയാണ് ഇപ്പുറത്തുള്ളത്. ശകുനി ആരുടെ കൂടെയുള്ള? ദുര്യോധനനും ആങ്ങളമാരും, ആങ്ങളല്ല അനുജന്മാരും, ബ്രദേഴ്സ്. ദുര്യോധനൻ്റെ കൂടെയുള്ള ആങ്ങളമാരും ഒരു ഭാഗത്ത്, ശകുനി ഇനി ഒരു ഭാഗത്ത്. എന്നിട്ട് യുധിഷ്ഠിരൻ്റെ കൂടെ ചൂത് കളിക്കാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ശകുനി പറയുന്നത് വളരെ ബുദ്ധിയുള്ള കാര്യങ്ങളാണ്. എല്ലാ കാലത്തും നമുക്കത് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ്. ശകുനി പറയുന്നത് ചതി വഞ്ചന എന്ന് പറയുന്ന ഒന്ന് കളിയിലില്ല. ആർക്കാണോ തൻ്റെ ചൂത് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നത് അവരാണ് ജയിക്കുന്നത്. എങ്ങനെയായാലും ആ ജയിക്കാൻ കഴിവുള്ള ആൾ ജയിക്കും. ഇതിനെ ഒരു വഞ്ചനയോ ചതിയോ എന്ന് പറയാൻ പറ്റില്ല. ഏതൊരു ആൾക്കോ തൻ്റെ ഡൈസിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു, തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആയുധങ്ങളെയോ തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെയോ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു, അവരാണ് എപ്പോഴും ജയിക്കുന്നത്.
ചൂതുകളിയിൽ ശരിക്കും പറഞ്ഞാൽ വഞ്ചനയോ ചതിയോ എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. എങ്ങനെയാണ് നിങ്ങളറിയാതെ നിങ്ങളെ ഇനിയൊരാൾ പറ്റിക്കപ്പെടുന്നത്? നിങ്ങളറിയാണ്ട് നിങ്ങളെ ഇനിയൊരാൾ പറ്റിക്കുന്നത്? അപ്പോൾ ഇതിനകത്തൊരു കള്ളത്തരമോ ഇതിനകത്തൊരു ഇതോ ഇല്ല, ചതിയോ വഞ്ചനയോ ഇല്ല. യുദ്ധത്തിലായാലും ശരി, കളിയിലായാലും ശരി, പഠനത്തിലായാലും ശരി, ഏറ്റവും കഴിവുള്ള ആൾക്കാരെ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നു, കഴിവുള്ള ആൾ മറ്റുള്ളവരിൽ നിന്ന് ജയിക്കുന്നു. അതിലെന്താണ് തെറ്റുള്ളതെന്ന് ശകുനി പറയാണ്. കേട്ടോ? കണ്ണാ ഉറങ്ങിയോ? കണ്ണാ, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ കളിക്കണ്ട, കളിയിൽ നിന്ന് നമുക്ക് പിന്മാറാം. പക്ഷെ കളിക്കുമ്പോൾ ജയിക്കുന്ന ആൾക്കാണ് എപ്പോഴും പ്രാധാന്യമുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ചൂത് കളിക്കാൻ ധൈര്യമുണ്ടോ, ഞങ്ങളെ തോൽപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ശകുനി യുധിഷ്ഠിരനെ പ്രലോഭിപ്പിക്കുകയാണ്. എന്തിനാണ് പ്രലോഭിപ്പിക്കുന്നത്? ചൂത് കളിക്കാൻ. ജൂട്ട ഉറങ്ങി എത്ര വേഗം? മഹാഭാരതം 23-ാമത്തെ എപ്പിസോഡ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേക്സ് അൺമാച്ച്ഡ് എന്നുള്ള പുതിയ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ സെഷനാണിത്. ഇതിൽ യുധിഷ്ഠിരൻ ഹസ്തിനപുരത്ത് എത്തിയിരിക്കുകയാണ്. യുധിഷ്ഠിരനെ ശകുനി ചൂത് കളിക്കാൻ വെല്ലുവിളിക്കുകയാണ്, ചാലഞ്ച് ചെയ്യണം. ബാക്കിയുള്ള കഥ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദിയുണ്ട്. നമസ്കാരം.